ആഗസ്റ്റ് 15-ന് നമുക്ക് എന്ത് കിട്ടും? മുട്ടായി കിട്ടും. മുട്ടായി അവധി കിട്ടി. 15-ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അത് കിട്ടി. ഏത് എന്തോ കിട്ടി? ഇപ്പം കിട്ടി. അതോടൊപ്പം ഇരിക്കും. സ്വാതന്ത്ര്യം കിട്ടാ പാടാ. ഒന്നുമില്ല. ഒന്നുമില്ലേ? ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തൂമ്പയല്ല ഊന്താലി. എവിടെടാ? തുമ്പാണ് പന്തളം. തുമ്പോണ് പന്തളോ? എടാ തുമ്പോണല്ല, തുമ്പ. അതൊരു പൂവല്ലേ തുമ്പ? തുമ്പ പൂവാ സാറേ. പൂവായിരുന്നു. തുമ്പ പൂവാ ഇതായിരിക്കും. പുസ്തകത്തെ നോക്കിയിരിക്കടാ. തുമ്പപ്പൂ ഇല്ലയോടാ? ഉണ്ട്. ടീച്ചറേ, പിള്ളേര് പറയുന്നത് തുമ്പപ്പൂ വന്നു. മുല്ലപ്പൂ അല്ല, തുമ്പപ്പൂ വന്നു. പിന്നെ 5 മണിക്കത്തെ ബസ്സിന് വരുമല്ലോ. ശരി ഞാൻ വെക്കുവാന്നേ. സാറേ തുമ്പ എവിടാ? മറ്റേ തുമ്പ റോക്കറ്റ്. തുമ്പ പൂവുണ്ട്, തുമ്പ ചോറുണ്ട്, തുമ്പ എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥലമുണ്ട്. മനസ്സിലായോ? ഇനി ആസ്ട്രേലിയയുടെ ഇങ്ങനെ വെച്ചൊരു അടിയാൻ അങ്ങ് തരും. അടക്കി വെച്ച് കേട്ടോ. അടിക്കല്ലേ. ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗം കങ്കുരു. എടാ കങ്കാരു. കൺകുരു. എന്തുവായാലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇതിന്റെ പഠിത്തമൊക്കെ കണക്ക് നോക്കാം സാറേ. എല്ലാ വിഷയങ്ങളും ഇപ്പൊ എന്നെ കൊണ്ട് പഠിപ്പിക്കണോന്ന് പറഞ്ഞാൽ ഭയങ്കര അത് കണക്കാ. ഇങ്ങോട്ട് വാ, എഴുന്നേറ്റ് വാ. നീ ഇങ്ങോട്ട് വാ. ഞാനോ? എഴുന്നേറ്റ് ചെല്ലടാ. അതിലോട്ട് പോടാ, ചെല്ല്. ബോർഡിന്റെ അവിടെ ചെല്ലേ. ചെന്ന് കയറിക്കോടെ. എഴുത ചോക്കെടുക്കടാ. ഒറ്റ അടിയാൻ തരും ഞാൻ. ചോക്കെടുക്കാൻ തല്ല് കൊള്ളായിരിക്കാൻ ഞാൻ പറഞ്ഞു കൊടുക്കാം. ഞാൻ പറഞ്ഞോളാം, മിണ്ടായിരിക്കും അവിടെ. ഇന്നത്തേക്കൊന്ന് എന്തോലും എഴുതടാ. വളച്ച് ഞാൻ വിടിഞ്ഞ പറഞ്ഞു കൊടുക്ക സാറേ. പറഞ്ഞു കൊടുക്ക അവൻ എഴുതാനുള്ള. ഒറ്റ കുത്തിയും തരും വായിക്ക്. ഒരു സമഭുജ ത്രികോണത്തിന്റെ സമഭുജ ത്രികോണത്തിന്റെ ഒരു സമഭുജ ത്രികോണത്തിന്റെ പാദകോണുകളുടെ അളവുകളുടെ തുക എത്ര? എഴുതിയോ? മിടുക്കൻ. എന്തുകൂടെ എഴുതി വെച്ചേക്കുന്നേ? സമം 0 ത്രികോണം. അവൻ പറഞ്ഞു പാദം കാല് പൊക്കി കാണിച്ചു. ഞാനിവിടെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുവാണോ? ഞാൻ പറഞ്ഞില്ലേ തെറ്റാന്ന്. അതെന്തോ എഴുതിയേക്കുന്നത് എനിക്കും അവനും മനസ്സിലായി. പിന്നെന്തുവാ? എടോ അടി ഓടിഞ്ഞു. ഒരു കാര്യം ചെയ്യും. അതൊന്നും വേണ്ട. നമുക്ക് നിങ്ങൾ കലാപരിപാടികളൊക്കെ പേര് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ. ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. പാട്ട് പാടുന്ന ആരൊക്കെയാണ് അവിടെ? ഞാൻ കൊടുത്ത പാട്ടിന് ഞാനും പാട്ടാ കൊടുത്തേക്കുന്നത്. അന്ന് ഒരു കാര്യം ചെയ്യും. നീ ഒരു പാട്ട് പാടിക്കേ. തമിഴ് പാട്ടാണേ. പാടേ. എന്നുച്ചയ്ക്കും പാടും ഞാൻ പാട്ടത്ത് ഉറവയില്ലേ. ഈ ഒരു ഉച്ചയ്ക്കും പാടണ്ട, പോയിരിക്കും. നീ പാടാ. നീ എഴുന്നേറ്റ് പാട്. നീലവാനച്ചോലയിൽ നീന്തിടും ചന്ദ്രികേ, ഞാൻ രചിച്ച കവിതകൾ എൻ്റെ മുന്നിൽ കണ്ടുവോ, വരാതെ വന്ന എൻ ദേവ്യേ. ഈ പേര് കൊടുത്തായിരുന്നു? പേര് കൊടുത്തില്ലേ? കൊടുക്കരുത്. ഫസ്റ്റ് ഉറപ്പാ ഞങ്ങൾക്ക്. ഇതൊന്നും വേണ്ട. ഒരു കാര്യം ചെയ്യാം. ഞാനൊരു നാടകം എഴുതിയിട്ടുണ്ട്. അന്ന് അത് കളിക്കാം. പറഞ്ഞു വരട്ടെ. ആ നാടകം ഞാൻ തന്നെയാണ് രചിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഇവിടെ അവതരിപ്പിക്കണം. അത് നമുക്ക് കളിച്ചാലോടാ. ആരാ രാജാവാകുന്നേ? ഞാൻ രാജാവുണ്ട്, മന്ത്രിയുണ്ട്, ഭടനുണ്ട്. ഭടനുണ്ട്. അപ്പൊ നീ രാജാവാകണം. ഞാൻ രാജാവ്. നിനക്ക് മന്ത്രിയാവോടാ? പറ്റുമോ? പറ്റും. ഞാൻ മന്ത്രി. നീ മന്ത്രി. അപ്പൊ കിരണനെ നമുക്ക് പഠനാക്കാം. അവൻ ടൂർ പോയി. അന്നാ കിരണന്റെ പകരം ഞാൻ ഡമ്മിയായിട്ട് ഇവിടെ പഠനമായിട്ട് അങ്ങ് നിന്നോളാം. അതല്ല കളിയാ. ഈ നാടകത്തിന് പേരാണ് ഗുരുവിന് പറ്റിയ അബദ്ധം. അങ്ങനെ നോക്കണ്ട. ഞാനിവിടെ പറയുന്ന പോലെ കേട്ടാ മതി കേട്ടോ. അപ്പൊ അവിടോട്ട് ഇറങ്ങിയേക്കാം. അത് നീ രാജാവാ. ആദ്യം രംഗത്ത് രാജാവ് അട്ടഹസിക്കുന്നു. ഞാൻ രംഗത്ത് രാജാവ് അട്ടഹസിക്കുന്നു. അത് രംഗത്ത് രാജാവ്. രംഗത്തെന്നല്ലേ രാജാവിന്റെ പേര്? രാജാവിന്റെ പേര് ഞാൻ ഇട്ടോ. രംഗം എന്ന് പറഞ്ഞാൽ ഇതാണ്. രംഗം 1. അട്ടഹസിക്ക് സമയം കളയാ. എവിടെ മന്ത്രി? എവിടായിരുന്നു മന്ത്രി? സെക്രട്ടേറിയറ്റിലെ മന്ത്രിയാണോ? രാജാവിന്റെ കൊട്ടാരത്തിലെ മന്ത്രിയുടെ കാര്യം പറയുന്നത്. കൊട്ടാരത്തിലെ മന്ത്രി. അപ്പൊ എവിടെയും മന്ത്രി എന്ന് പറയുമ്പം നീ ഇറങ്ങി വേണം. പറഞ്ഞാലും പ്രഭോ. ആജ്ഞാപിച്ചാലും പ്രഭു. ആജ്ഞാപിച്ചു. യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന
ഭടൻ എവിടെ പറഞ്ഞ രാജാവ് പറ. യുദ്ധത്തിന് ഭടനായി നിൽക്കുന്ന റെഡി എവിടെ? എടാ, യുദ്ധത്തിന് റെഡി ആയി നിൽക്കുന്ന ഭടൻ എവിടെ? യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന രവി എവിടെ? എടാ, യുദ്ധത്തിന് റെഡി ആയി നിൽക്കുന്ന ഭടൻ എവിടെ? യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ഭടൻ എവിടെ? ആ, അത്രയും മതി. നീ വിളിയടാ, ഭടൻ എവിടെ? ഭടൻ ഞാനാ, എന്നെ വിളിക്കണം. ആ പടനെവിടെ പടനെവിടെ എടാ, ഒറ്റ തവണ വിളിച്ച ഭട എവിടെ? അത്ര മാത്രം മതി. ഒറ്റ പ്രാവശ്യം ഒരു പാടാ വിളിച്ചങ്ങ് നിർത്ത. പടനെവിടെ ഞാൻ അഭിനയിക്കും. എനിക്ക് അത് ഞാൻ നല്ല എന്റെ പൊന്നെ സഹിച്ചോളാം. ബാ. കങ്കാരന്റെ കുഞ്ഞാന്ന പടൻ പറഞ്ഞാലും പ്രഭു അങ്ങനൊന്നും വന്നാ പറ്റത്തില്ല. അങ്ങനെ ഒക്കത്തില്ല. എടോ, പടൻ ഇങ്ങനെ വരണം. ഇങ്ങനെ ആ പടം വരും. ഞാനാ ഇത് എഴുതിയത്. അതുകൊണ്ടാ പറഞ്ഞേ ആ അതുകൊണ്ടാ പറഞ്ഞത്. നന്നാകണ്ടേ? ആ ഒന്നോട് വിളിയടാ. പടൻ വരട്ടെ. ആ ആജ്ഞാപിച്ചാലും പ്രഭു. ആ ആജ്ഞാപിക്കും. നമ്മുടെ രാജ്യത്തിനെ ഒറ്റുകൊടുത്ത ഈ ഭടന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലു. നമ്മുടെ രാജ്യത്തെ ഉറ്റുകൊടുത്ത ഈ ഭടന്റെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയൂ. കഴുത്തിരിക്കടാ. അയ്യോ, തിരികൊളുത്തു വന്ന നിലവിളക്കന് പിടിച്ച് ഞെരുക്കടാ അങ്ങ്. അങ്ങനെ ചെയ്യണോ? ആ, എന്നെ കിട്ടിയ അവസരം അല്ലയോടാ. ഭാവം വരട്ടെ. ആച്ചടാ. ആ അവിടെക്കൊള്ളാം. ആ, മതി. ഞെരുക്ക്, ആ, ഞെരുക്ക്. ഒരു ഞെരുക്ക്, ഞെരുക്ക്. മിനിറ്റ്, ഒരു മിനിറ്റ്. ആ. കൈ അരയ്ക്കുന്നു. തിരിച്ചു പിടി. ആ അങ്ങനെ പിടി. ആ എടാ അഖിലേ, ദോ. ഇപ്പൊ കാര്യമായിട്ട് പഠിക്കാം. ഇങ്ങോട്ട് വാ. അഖിലേ, ഇത് ആരെന്ന് വാ, കൃഷ്ണ. ഇതൊക്കെയാണല്ലേ സാറ് പറഞ്ഞത്. എന്താ പണിയാടാ കാണിച്ചേ? അങ്ങനെ ഇപ്പൊ ചത്തുപോയെന്ന്. നല്ല ഒറിജിനാലിറ്റി വേണമെന്നില്ലേ സാറ് പറഞ്ഞേ. ഒറിജിനാലിറ്റി. നമുക്ക് ഒന്നും കൂടെ നോക്കിയാലേ സാറേ. അത് ഒന്നും കൂടെ നീ ഒന്നും നോക്കണ്ട. എന്റെ നാടകത്തിനിട്ട പേര് പോലെ ഗുരുവിന് പറ്റിയ അബദ്ധം. നോക്കാം.